വിവോയുടെ വിവോ V50e5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 29,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V50e5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ V50e5Gയിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 300 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ 29,000 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. കോഡ് കർവ്ഡ് ഡിസ്പ്ലേ എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യവും ആണ്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ബാറ്ററിയാണ്. 5600 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന സോണി IMX 882ന്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.39 mm ആണ്. പിന്നെ IP6869 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു IP റേറ്റിംഗ് തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ പേൾ വൈറ്റ് അതുപോലെ തന്നെ സഫയർ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്ര മികച്ച പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിങ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6ലും അതുപോലെ തന്നെ iQOO Neo 10R സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അത് ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ തന്നെ പോക്കോ X7 Proയിൽ MediaTek Dimensity 8400 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഇതൊക്കെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ വേറെയും പല പ്രോസസ്സറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 7 Gen 3 ഇതിലും ബെറ്റർ ആണ്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്നുള്ള പ്രോസസ്സർ ഇതിലും ബെറ്റർ ആണ്. അങ്ങനെ പല പ്രോസസ്സറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രോസസ്സർ ഈ ഫോണിന്റെ സ്ട്രോങ് പോയിന്റ് അല്ല. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ് എന്ന് പറയേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഇതിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിവിടെ മിസ്സിംഗ് ആണ്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. പിന്നെ LPDDR4Xന്റെ റാം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. LPDDR5ന്റെ റാം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷൻ വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 28,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 30,999 രൂപയാണ്. ഏപ്രിൽ 17 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇതിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് വിവോയുടെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. അപ്പം MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ അല്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസും നമുക്ക് ലഭിക്കേണ്ടതാണ്.
അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. പിന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിങ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോക്കോ F6, ഐക്യുന്യോ 10R, അതുപോലെ തന്നെ പോക്കോ X7 Pro എന്നീ ഫോണുകളൊക്കെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗഡി ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി GT60 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽമിയുടെ തന്നെ 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോണൊക്കെ ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ ക്യാമറയിൽ ഇപ്പം പെരിസ്കോപ്പ് ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി 14 Pro Plus വരുന്നുണ്ട്. അപ്പം അതിലും പെരിസ്കോപ്പ് ലെൻസും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നത്തിങ് ഫോൺ 3A എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 3A Proയും കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇനി വിവോയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ വിവോ T3 Ultra എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വിവോ T3 Proയും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.